പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഗൗസുല്ലാലമിനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഗൗസുല്ലാലമിനെ യാ ഗൗസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങളെ. മഹാന്മാരെ വിളിക്കണം, ഗൗസുല്ലാലമിനെ വിളിക്കണം, അത് പറയാനും സ്ഥാപിക്കാനും അങ്ങനെ വിളിക്കുന്ന വലിയ ഒരു സംഘത്തെ പടുത്തുയർത്താനുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്ന് അവരുടെ ഔദ്യോഗികമായ വേദിയിൽ വെച്ച് അവരുടെ സനത് വാങ്ങിയ ആളുകളാണ് ഈ പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദിനെ പറ്റിയ ഒരു നാക്കബദ്ധമല്ല. സമസ്തയുടെ വെണ്മക്ക് പോറൽ ഏൽപ്പിക്കരുത്, ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ഇതിലൊന്നും എന്തല്ല, ആദർശപരമായി ഇവരെ നേരിടുന്ന ആളുകളല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ഷജറകളെയാണ്. ഈ സമീപകാലത്ത് സുപ്രഭാതം എന്ന പത്രത്തിൽ വന്ന ഒരു ലേഖനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് എന്ന സമസ്തയിലെ ഒരു പണ്ഡിതൻ, അദ്ദേഹം സമസ്തക്ക് ദിശാനിർണയത്തിൽ തെറ്റിയിട്ടില്ല. മുസ്ലിം കൈരളിയെ അവർക്ക് മുന്നോട്ട് പോകേണ്ട കാര്യങ്ങൾ ഓരോ സമയത്തും അവർ ഇടപെടേണ്ട സമയങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു ലേഖനമാണ് അദ്ദേഹം എഴുതിയത്. അഥവാ സമസ്തക്ക് തെറ്റിയിട്ടില്ല എന്നാണ് അദ്ദേഹം അവിടെ കൊടുത്തൊരു ഹെഡിങ് തന്നെ, ഒരു നെഗറ്റീവ് മീനിങ് തന്നെ വരുന്ന രൂപത്തിലുള്ള ഒരു ഹെഡിങ്ങാണ് അദ്ദേഹം കൊടുത്തിട്ടുള്ളത്, ഒരു പ്രതിരോധം സൃഷ്ടിക്കുന്ന രൂപത്തിൽ. അപ്പോൾ ഇതിൽ എന്താണ് ഈ ഒരു ലേഖനം കൊണ്ട് സമസ്ത ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അബ്ദുൽ ഹമീദ് ഫൈസി അമ്പലക്കടവ് ഉദ്ദേശിച്ചിട്ടുള്ളത്? ഇത് 2024 സെപ്റ്റംബർ 20 വെള്ളിയാഴ്ച സുപ്രഭാതത്തിലാണ് ദിശാനിർണയത്തിൽ സമസ്തക്ക് തെറ്റിയിട്ടില്ല എന്ന ഒരു പ്രത്യേക കഴിഞ്ഞ വെള്ളിയാഴ്ച പ്രത്യേക അർത്ഥം വരുന്ന രീതിയിലൊരു ലേഖനം ഹമീദ് ഫൈസി അമ്പലക്കടവ് എഴുതിയിട്ടുള്ളത്. ഇത് വായിച്ചാൽ നമുക്ക് പ്രധാനമായി 2 കാര്യങ്ങളാണ് അദ്ദേഹം അതിലൂടെ സാധിക്കാൻ ശ്രമിക്കുന്നത് എന്ന് പെട്ടെന്ന് മനസ്സിലാവും. അതിലൊന്ന്, ഇന്നിപ്പോൾ ഇരുവിഭാഗം സമസ്തയുടെ ഒരവസ്ഥ പരിശോധിക്കപ്പെട്ടാൽ ആശയപരമായും സംഘടനാപരമായും ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി മൂർച്ഛിച്ച് നിൽക്കുന്നൊരവസ്ഥയാണ്. 2 നിലക്കും, ആശയപരമായിട്ടും സംഘടനാപരമായിട്ടും. അപ്പോൾ ഇതിനെ രണ്ടിനെയും ഒന്ന് എന്ത് ചെയ്യണം, വെളുപ്പിച്ചെടുക്കണം എന്ന ഒരു ലക്ഷ്യം ആർക്കുണ്ട്? ഈ ലേഖനം എഴുതിയ ഫൈസിക്കുണ്ട് എന്നതിൽ ഇത് വായിച്ചാൽ തന്നെ അത് കൃത്യമായിട്ട് ബോധ്യമാകും. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു ലേഖനത്തിലേക്ക് ഒരു സുപ്രഭാതത്തിൽ എത്തിയതല്ല, മറിച്ച് അതിന് നാളുവഴിയുണ്ട്, പെട്ടെന്ന് വന്നതല്ല. ഇപ്പോൾ 989 സമസ്തയെ നെടുകെ പിളർത്തിയ വലിയ പ്രശ്നം, അഥവാ പിന്നെ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനവും പിന്നെ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ, അഥവാ ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ രൂപീകരണ കാലഘട്ടം മുതലേ സലഫികളുടെ അല്ലെങ്കിൽ മുജാഹിദുകളുടെ ഇടപെടൽ എത്രത്തോളം ഉണ്ട് എന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ഇരിക്കുന്ന വേദികളിൽ സമസ്തയിൽപ്പെട്ടവർ വേദി പങ്കിടുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ടാണ് എന്തായത്, കാന്തപുരം അന്ന് ഇതിനെ പിളർത്തി വേറെ ഒരു ഇതിൽ പോയത്. ഇന്ന് ഇപ്പോൾ EK വിഭാഗ സമസ്തയിൽ, അഥവാ അവർ സ്വയം വിശേഷിപ്പിക്കപ്പെട്ട ഷജറകൾ എന്നാണ്. ഷജറകൾ എന്ന് പറഞ്ഞാൽ തന്നെ പ്രശ്നക്കാർ അല്ലെങ്കിൽ കുത്തിരിപ്പിൻ്റെ ആളുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന വ്യക്തിയാണ് ആര്? അമ്പലക്കടവ് ഹമീദ് ഫൈസി. അത് എത്രയോ തെളിവുകൾ സോഷ്യൽ മീഡിയകൾ ധാരാളം അതിലുള്ളതാണ്. ഈ ഒരു പ്രശ്നം ഒന്ന് ഊതി വീർപ്പിച്ച് അല്ലെങ്കിൽ അത് വലുതാക്കിയിട്ട് പണ്ട് കാന്തപുരം മുസ്ലിയാർ ചെയ്ത കാര്യം എന്താണോ അതേ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇന്ന് ആര് ചെയ്യുന്നു? അമ്പലക്കടവ് ഫൈസിയെ പോലുള്ളവർ ചെയ്യുന്നു എന്നതാണ് ഇങ്ങനെയൊക്കെ എഴുതി വിടാൻ ഇയാൾക്ക് പ്രേരണയായിട്ടുള്ളത്. അപ്പോൾ ഈ പ്രശ്നം തുടങ്ങിയ സമയത്ത് തന്നെ സമസ്ത മുഷാവറയിൽപ്പെട്ടവർ പല നിലക്കും അതിനെ തഴയാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് 2023 സെപ്റ്റംബർ 12 മാധ്യമമാണ്. ഈ മാധ്യമത്തിൽ പിന്നെ ഒരു വാർത്തയിൽ കാണാം, സമസ്തയെ കുത്തി നോവിക്കുന്നത് ഗുരുതര പ്രത്യാഘാതങ്ങൾക്ക് ഇടവരുത്തും ജിഫ്രി തങ്ങൾ. ഇതൊരിക്കലും എന്തല്ല, ആദർശപരമായി അവരെ എതിരാളികളായിട്ടുള്ള സലഫികൾക്ക് നേരെയുള്ള പ്രയോഗമല്ല. ഈ പ്രയോഗം ഈ ഷജറകൾക്ക് കൂട്ടുനിൽക്കുന്നവരെ ഉന്നയിച്ചുകൊണ്ടുള്ള, അല്ലെങ്കിൽ ജിഫ്രി തങ്ങളെ പോലുള്ളവർ ഇങ്ങനെ പറയേണ്ട ഒരവസ്ഥ വന്നതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണത്, അതെ പറയുന്നത്. ഇനി അത് കുറച്ചുകൂടി മുന്നോട്ട് പോകുന്നു. ഇതിങ്ങനെ രൂക്ഷമായി പോകുന്ന സമയത്താണ് അവരുടെ പ്രധാന വാരിക, ദ്വൈവാരിക സത്യധാര 2024 ഫെബ്രുവരി, പിന്നെ ആ ഫെബ്രുവരി മാസത്തെ സത്യധാര മുഴുവനായിട്ടും എന്താണ്,
ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യാനാണ്. ഇന്നവർ നേരിടുന്ന സംഘടനാപരമായ പ്രശ്നങ്ങളെ കൈകാര്യം ചെയ്യാനാണ് ഇത് അവർ ഇറക്കിയിട്ടുള്ളത്. ഇതിൻ്റെ ചട്ടയിൽ കൊടുത്ത ഹെഡിങ്ങുകളാണ് ഇപ്പോൾ സ്ഥാനമല്ല പ്രസ്ഥാനമാണ് വലുത്, മതം മതി, സംഘടന എന്തിന്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ. ഇതിലെ ഉള്ളിലൊരു ലേഖനത്തിൻ്റെ ഹെഡിങ് ഒന്ന് വായിക്കാം. ഇതിൻ്റെ 36-ാമത്തെ പേജിൽ ശൈഥില്യം അരാജകത്വമാണ്, അനുസരണയാണ് പരിഹാരം. ഇത് ഒരു ഫൈസിയാണ്, മുആവിയ മുഹമ്മദ് ഫൈസിയാണ് എഴുതുന്നത്. ഇനി ഇത് ശരിക്ക് ഇവരുടെ ഈ സംഘടനക്കുള്ളിൽ ഈ പ്രശ്നമുണ്ടാക്കുന്നവരെ ഉന്നം വെച്ചുകൊണ്ടാണ് എന്നതിൻ്റെ വലിയൊരു തെളിവ് എന്താ വെച്ചാൽ 43-ാമത്തെ പേജിൽ പറയാണ്, ഗുണകാംക്ഷാപൂർവമുള്ള ഇടപെടലുകളാണ് നടക്കേണ്ടത്. നിർഭാഗ്യവശാൽ അതുതന്നെയാണ് പലപ്പോഴും നടക്കാതെ പോകുന്നതും. ഓരോരുത്തരും ഓരോ പ്രസ്ഥാനങ്ങളായി മാറുന്നു എന്നതാണ് പുതിയ കാലത്തിൻ്റെ പരിഹാസ്യമായ ദുരന്തം. സമുദായത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച ഉലമാക്കളെയും ഉമറാക്കളെയും സോഷ്യൽ മീഡിയയിലെ അവനവൻ തുരുത്തിലിരുന്ന് അപഹസിക്കുന്ന കാഴ്ച അപകടകരമായൊരു പരിണിതിയാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ശരിക്ക് ഈ കാര്യങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നവരാരാണോ അവരെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രയോഗങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഈ സത്യധാര നിറച്ചുള്ളത്. ഇപ്പോൾ ഇതിൽ പ്രധാനം നമുക്ക് എടുത്തു പറയാം, ഈ ഷജറകൾക്ക് നല്ല നിലക്ക് പിന്തുണ കൊടുക്കുന്ന ആളാണ് റഹ്മത്തുള്ളാഹി ഖാസിം മൂത്തേടം. അദ്ദേഹത്തിൻ്റെ തലതിരിഞ്ഞ കുറേ സംസാരങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്ക് എല്ലാ നിലക്കും പ്രയാസമാണ്, ഭയങ്കര അടിയാണ് സമസ്തക്ക് അയാൾ മുഖേന കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ സത്യധാര മുഴുവൻ ആ പ്രശ്നമാണുള്ളത്. ഇനി അത് കുറച്ചുകൂടി മുന്നോട്ട് പോന്നാൽ 2024 ജൂൺ 7 വെള്ളിയാഴ്ച ഇപ്പോൾ ഈ ലേഖനം എഴുതിയ അമ്പലക്കടവ് ഫൈസി എന്നെ എന്ത് ചെയ്യാണ്, മറ്റൊരു തന്ത്രവുമായിട്ട് വരികയാണ്. അഥവാ ഈ പ്രശ്നങ്ങളൊക്കെ പുറത്തിടുന്നതിൽ സോഷ്യൽ മീഡിയയ്ക്ക് നല്ല പങ്കുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പ്രത്യേകിച്ച് മാധ്യമം അതുപോലെ മീഡിയ വൺ പോലെയുള്ള സംവിധാനങ്ങളിൽ നല്ലൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. ഓരോന്നും വാർത്തകളാക്കി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇയാളൊരു ലേഖനം എഴുതാണ്, തിരശ്ശീലക്ക് പിന്നിലെ വില്ലൻ എന്നാണ് ലേഖനത്തിൻ്റെ പേര്. സുപ്രഭാതത്തിൽ തന്നെ തിരശ്ശീലക്ക് പിന്നിലെ വില്ലൻ. ശരിക്കും ഈ പ്രയോഗം അതെ, ആ വില്ലൻ മൂപ്പരാണ് എന്നുകൂടി തോന്നിപ്പിക്കുകയാണ്. എന്നിട്ട് ഇതിൻ്റെ അവസാനത്തിന് മൂപ്പർ പറയാണ്, സമസ്തയെയും മുസ്ലിം ലീഗിനെയും തമ്മിലടിപ്പിച്ച് ചോര കുടിക്കാനുള്ള അടങ്ങാത്ത ദാഹം ജമാഅത്തെ ഇസ്ലാമിക്ക് തൽക്കാലം മാറ്റിവെക്കാവുന്നതാണ്. സമസ്തയിൽ കമ്മ്യൂണിസ്റ്റുകാർ എന്നത് ജമാഅത്തുകാർ ഉയർത്തിക്കൊണ്ടുവന്ന മുദ്രാവാക്യമാണ്. ഇങ്ങനെ പറഞ്ഞിട്ട് ഇയാളുണ്ടാക്കിയ പ്രശ്നത്തെ എന്ത് ചെയ്യുക, നേരെ ജമാഅത്തെ ഇസ്ലാമിൻ്റെ തലമൊക്കെ ഇട്ടിട്ട് മെല്ലെ ഒഴിവാകാൻ നോക്കുക. ഇനി അത് ഒന്നുകൂടി മുന്നോട്ട് പോകുന്നപ്പോൾ എന്ത് ചെയ്തു, ഇത് അവിടെ നിൽക്കണില്ല, ഈ പ്രശ്നം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ആളിക്കത്തിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ വീണ്ടും നമ്മൾ മാധ്യമം ജൂൺ 2024 ജൂൺ 27 വ്യാഴാഴ്ച ഒരു ഹെഡിങ് മാധ്യമത്തിൽ കാണുകയാണ്, സമസ്തയുടെ വെണ്മക്ക് പോറൽ ഏൽപ്പിക്കരുത്. ഇതൊക്കെ ലക്ഷ്യം വെക്കുന്നത് ആരെയാണ്? ഇതിലൊന്നും എന്തല്ല, ആദർശപരമായി ഇവരെ നേരിടുന്ന ആളുകളല്ല ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ ഉദ്ദേശിക്കുന്നത് ഈ ഷജറകളെയാണ്. മുസ്ലിം ലീഗ് രാഷ്ട്രീയ പ്രസ്ഥാനത്തെ അതിൻ്റെ പാരമ്പര്യം അനുസരിച്ച് പോകുന്നതിനെ എതിർക്കാനും കുത്തി നോവിക്കാനും ഇറങ്ങിത്തിരിച്ച ഇവരെ തന്നെയാണ്. ഇത് അവസാനം ഇവരെവിടെ കൊണ്ടെത്തിച്ചു? ഈ സമസ്ത പിളരുന്ന കാലത്ത് ഉണ്ടായിരുന്ന ഇ.കെ. അബൂബക്കർ മുസ്ലിയാർ, ഒരു ഭാഗത്ത് അദ്ദേഹമാണല്ലോ, ആ ഇ.കെ. അബൂബക്കർ മുസ്ലിയാരുടെ വിഷയത്തിൽ ഒരു നാഷണൽ കോൺഫറൻസ് സംഘടിപ്പിക്കാൻ ഈ ഷജറകളും അതേപോലെ തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയെ അനുസരിച്ച് പോകുന്ന സമസ്തയും എന്തായി, തയ്യാറായി. രണ്ടും തയ്യാറാണ് അവസ്ഥ വന്നു. അപ്പോൾ അതിൻ്റെ വാർത്തകൾ സുപ്രഭാതത്തിൽ തന്നെ 2024 ജൂൺ 10 ബുധൻ അതേ രണ്ട് വാർത്തയും വന്നു. ഒന്ന് ഷംസുൽ ഉലമ നാഷണൽ കോൺഫറൻസ് കോഴിക്കോട് എന്ന് പറഞ്ഞിട്ട് ഒരു ടീം, അത് 1501 അംഗ സ്വാഗത സംഘമാണ് ഒരു ടീം. രണ്ടാമത്തെ ഷംസുൽ ഉലമ ദേശീയ സെമിനാർ ഒക്ടോബറിൽ കോഴിക്കോട് 1001 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. രണ്ട് ടീമുമാണ്. ഇത് സ്വന്തം പ്രസ്ഥാനത്തിൻ്റെ നേതാവിൻ്റെ വിഷയത്തിൽ വരെ ഇവർക്ക് കൈകോർക്കേണ്ട അവസ്ഥ, കൊമ്പ് കോർക്കേണ്ട അവസ്ഥ ഇവർക്ക് വന്നു. എന്നിട്ട് SKSSF കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഔദ്യോഗിക ലെറ്റർ പേഡിൽ എന്ത് ചെയ്തു, 11/7/2024 ഈ സെമിനാർ മാറ്റിവെച്ചു എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത വാർത്ത വരികയാണ്. അപ്പോൾ അവിടെ പറഞ്ഞു തരും, തികച്ചും സതുദ്ദേശപരമായി 3 മാസം മുമ്പ് ഒരു പൊതുപരിപാടിയിൽ പ്രഖ്യാപിക്കുകയും സമസ്ത പ്രസിഡന്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ തീരുമാനിച്ച പരിപാടിക്കെതിരായിട്ട് വേറൊരു ടീം വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സർക്കുലർ ഈ ലെറ്റർ പേഡിൽ വന്നത്. അപ്പോൾ ഇത് ശരിക്കും എന്താ വെച്ചാൽ ഇവർക്കിടയിലെ ഈ ഇവർ കൊണ്ടു നടക്കുന്ന നിലപാടുകളെ പരസ്യമായും രഹസ്യമായും ചോദ്യം ചെയ്ത് പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾ ആണ് ഇത്തരം ഒരവസ്ഥയിൽ എന്ത് ചെയ്യണത്, ഇതൊക്കെ
പിന്നെ എഴുതി പിടിപ്പിക്കുന്നത്. എന്നിട്ട് അവസാനം ഇപ്പോൾ ഇയാൾ ഈ വെള്ളിയാഴ്ച കാട്ടിയ പണിയാണ് ദിശാനിർണയത്തിൽ സമസ്തക്ക് തെറ്റിയിട്ടില്ല എന്നും പറഞ്ഞു കണ്ട് എന്ത് ചെയ്തു, ഇയാൾ നല്ല കുട്ടിയാകുക. അഥവാ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു എന്ന പഴഞ്ചൊല്ലാണ് ശരിക്കും ഇയാളെ വിഷയത്തിൽ. ഈ പ്രശ്നങ്ങൾക്കെല്ലാം മുന്നിൽ നിന്ന് ഇപ്പോൾ അവസാനം ഇയാളെ സമസ്ത പുറത്തിടാനുള്ള വക്കെത്തുമെന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും സമസ്തൻ്റെ ആളാൻ തെളിയിക്കുക. ഇതിൻ്റെ അവസാനത്തിൽ പറയാണ്, ഇതുകൊണ്ട് മുഖ്യ സാമുദായിക രാഷ്ട്രീയ പാർട്ടിയായ മുസ്ലിം ലീഗിനോ ഇതര മുസ്ലിങ്ങൾക്കോ സമസ്ത ഒരു പ്രശ്നവും സൃഷ്ടിച്ചിട്ടില്ല. അപ്പോഴും ലക്ഷ്യം വെക്കണത് തന്നെയാണ്, ഇവർ ഏറ്റവും കൂടുതലായി ഇവർ കൈവച്ച പ്രശ്നത്തെ തന്നെയാണ് ഇവരിതിലൊക്കെ മുന്തിക്കുന്നത്. അപ്പോൾ ഇത് ഒരിക്കലും പിന്നെ ഇയാൾ ശുദ്ധനായിട്ടുണ്ട് എന്ന് തെളിയിക്കാനല്ല, മറിച്ച് ഞാനൊരു നല്ല കുട്ടി തന്നെയാണ്, വികൃതി കുട്ടിയല്ല എന്ന് എല്ലാവരും ബോധ്യപ്പെടുത്താനുള്ള ഒരു കളിയായിട്ടാണ് ഇതിൻ്റെ ഒരു ഭാഗം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതായാലും ആ ലേഖനത്തിൻ്റെ ഒരു സംഘടനാപരമായിക്കൊണ്ടുള്ള ഒരു ഏരിയയാണ് മുസ്തല എന്ത് ചെയ്തിട്ടുള്ളത് നമുക്ക് മുന്നിൽ പറഞ്ഞത്. ഇനി ഇതിൻ്റെ ഒരു മറുതലം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് ആദർശ തലങ്ങൾ കൂടി ആ ലേഖനത്തിൽ കൊണ്ടുവരുന്നുണ്ട്. യഥാർത്ഥത്തിൽ സമസ്ത എന്ത് ആദർശം സ്ഥാപിക്കുന്നതിനാണ് രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്, അവരുടെ ആദർശത്തിൻ്റെ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു ദിശാനിർണയത്തിൻ്റെ ഒരു ശരി എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അടുത്ത ചർച്ചയിലേക്ക് പോകുന്നത്. വിശ്രമലി, തീർച്ചയായും ഈ ഹെഡിങ്ങിൽ തന്നെ എല്ലാം ഉൾക്കൊണ്ടിട്ടുണ്ട്. ഇത് നേരത്തെ ഹിക്കമി പറഞ്ഞ പോലെ ഒരു പ്രതിരോധ ഹെഡിങ് ആണല്ലോ. ദിശാനിർണയത്തിൽ സമസ്തക്ക് തെറ്റിയിട്ടില്ല, വാപ്പ പത്തായത്തിൽ പോലും ഇല്ല എന്ന് പറയുന്ന പോലെ. അപ്പോൾ അവർക്ക് തന്നെ തോന്നുന്നുണ്ട് ഒരുപാട് അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത്. രണ്ട് രൂപത്തിൽ നമുക്കിത് നോക്കിക്കാണാം. ഒന്ന്, യഥാർത്ഥത്തിൽ സമസ്ത എടുത്ത നിർണായകമായ പല തീരുമാനങ്ങളും ഭീമാബദ്ധമായെന്ന് പറഞ്ഞ സമസ്തക്ക് തന്നെ തുറന്ന് സമ്മതിക്കേണ്ടി വന്ന എത്രയോ സംഭവങ്ങൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹം അടക്കം പഠിച്ച പട്ടിക്കാട് ജാമിയ നൂരിയ, ആ സ്ഥാപനത്തിൻ്റെ പേര് തന്നെയും ജാമിയ നൂരിയ എന്നാണ്. നൂറുഷാ തുരീഖത്തുമായി ബന്ധപ്പെട്ടാണ് ആ പേര് വരുന്നത് തന്നെ. നൂറുഷാ തുരീഖത്തിൻ്റെ ഷെയ്ഖിനെ ഹൈദരാബാദിൽ നിന്ന് ഇവിടെ കൊണ്ടുവന്ന് ഇറക്കി പരിചയപ്പെടുത്തി അദ്ദേഹത്തിന് ആസ്ഥാനമുണ്ടാക്കി കൊടുത്തത് സമസ്തയാണ്. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം കാഫിറാണ് എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞത് സമസ്തയായിരുന്നു. അപ്പോൾ അവിടെ ഒരു ദിശാനിർണയത്തിൽ തെറ്റ് അദ്ദേഹത്തിന് സമസ്തക്ക് സംഭവിച്ചിട്ടുണ്ട്. രണ്ട്, സമസ്തയുടെ വലിയൊരു മുഖമായി അവർ ഉയർത്തിക്കൊണ്ടുവന്ന ആളാണ് കാന്തപുരം മുസ്ലിയാർ. സമസ്ത തീരുമാനിച്ചതാണ് കോഴിക്കോട് കാലന്തൂർ മർക്കസ് സ്ഥാപിക്കാൻ. സമസ്ത യോഗത്തിൽ തീരുമാനിക്കുകയും അങ്ങനെ മർക്കസിൻ്റെ ധനശേഖരണാർത്ഥം കാന്തപുരം മുസ്ലിയാർ ഔദ്യോഗികമായി ഗൾഫിലേക്ക് പറഞ്ഞേക്കുകയുമാണ് സമസ്ത ചെയ്തത്. ഔലിയാക്കന്മാരുടെ പാർട്ടിയാണ്, നേതാക്കന്മാർക്ക് ഔലിയാക്കളാണ് എന്ന് പറയുന്ന ആളുകൾ തിരഞ്ഞെടുത്ത് അയച്ച ആൾ അവിടെ ചെന്ന് അതിന് ഫണ്ട് കിട്ടി തിരിച്ചു വന്നപ്പോഴേക്ക് ആ സ്ഥാപനം അദ്ദേഹത്തിനായി മാറുകയും സമസ്തക്കായി ഇന്ന് ഒന്നുമില്ലാത്ത അവസ്ഥയ്ക്ക് മാറി നിൽക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായി. അവിടെയും സമസ്തക്ക് യഥാർത്ഥത്തിൽ വലിയ അബദ്ധമാണ് സംഭവിച്ചത്. അതിൻ്റെ ദുരനുഭവങ്ങൾ ഇപ്പോഴും സമസ്ത അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്, ഖുർആൻ പ്രഭാഷകൻ എന്ന് പറഞ്ഞുകൊണ്ട് സമസ്ത കുട്ടിഘോഷി കൊണ്ടുവന്ന ഒരാളാണ് റഹ്മത്തുള്ള ഖാസിം മൂത്തേടം. എല്ലാ സമസ്തക്കാരെയും കൊണ്ടുവന്ന് അദ്ദേഹത്തെ മുന്നിലെത്തി കൊടുത്ത് വലിയ പ്രഭാഷണ വേദികൾ സംഘടിപ്പിച്ചു കൊടുത്ത് അവസാനം ആ ഖാസിമി അവർക്ക് തന്നെ തലവേദനയായി മാറുകയും ഇന്ന് അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഖാസിമിയെ തള്ളിപ്പറയുന്ന രൂപത്തിലേക്ക് സമസ്ത ഇന്നത്തെ പ്രഭാഷകന്മാർ എത്തുകയും ചെയ്തു. അവിടെയും സമസ്തക്ക് വലിയ അബദ്ധങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അതൊക്കെ ഉള്ളിൽ തികട്ടി വന്നുകൊണ്ട് തന്നെ ആയിരിക്കണം തെറ്റിയിട്ടില്ല എന്നിങ്ങനെ വിളിച്ചു പറയുന്നത്. ഇനി മറ്റു തരത്തിൽ പറഞ്ഞാൽ സമസ്ത ആദർശ രംഗത്ത് എന്തിനാണോ സ്ഥാപിച്ചത് ആ ലക്ഷ്യം യഥാർത്ഥത്തിൽ അവർക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് നമ്മൾ സമ്മതിച്ചേ പറ്റൂ. നമ്മൾ അവരുടെ സമസ്തയുടെ ആദർശ തലത്തെ എടുത്ത് നോക്കുമ്പോൾ ഒരുപാട് മേഖലകൾ നമുക്കിതിൽ പറയാനുണ്ട്. പക്ഷേ ഇത്തരം ഒരു പരമ്പരമായ ചർച്ചയിൽ എല്ലാം കൂടി കൊണ്ടുവരാൻ കഴിയുന്നത് ഏറ്റവും ചുരുക്കി എനിക്ക് തോന്നുന്നു ഒരു 5 തലങ്ങളാക്കി നമുക്ക് സമസ്തയുടെ ആദർശ വഴിയെ നമുക്ക് ഒന്ന് കൊണ്ടുവരാൻ പറ്റും. അതിൽ സമസ്ത എന്താണോ ലക്ഷ്യമാക്കിയത് അതിൽ അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ സമ്മതിക്കുന്നു. ഒന്നാമതായി സമസ്ത യഥാർത്ഥത്തിൽ സ്ഥാപിച്ചത് മനുഷ്യന്മാരെ പടച്ചവനിലേക്ക് ക്ഷണിക്കാനല്ല, നേരെ മറിച്ച് പടപ്പുകളിലേക്ക് ക്ഷണിക്കുവാനായിരുന്നു. അതിന് സമസ്ത ഉന്നം വെക്കുകയും അതിനുവേണ്ടി വ്യത്യസ്തമായ പ്രബോധന പ്രവർത്തനം കൊണ്ടുവരികയും എല്ലാം ചെയ്തു. അതിൽ അവർ വിജയിച്ചു. ഇന്ന് പടപ്പുകളെ പിടിച്ച് പടച്ചവനാക്കുന്ന അവസ്ഥയിലേക്ക് സമൂഹം എത്തി. സമസ്ത ഉണ്ടായ അർത്ഥത്തിൽ ഇതിനു വേണ്ടി തന്നെയാണ്, പടച്ചവനിലേക്ക് വിളിക്കാനല്ല പടപ്പുകളിലേക്ക് വിളിക്കാനാണ് എന്ന് അവർ തന്നെയും തുറന്നെഴുതുകയും പ്രസംഗിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ ക്ലിപ്പ് നമുക്ക് സമഗ്രമായി കേൾക്കാം. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് ഓസുല്ലാലമനെ യാ ഓസുല്ലാലം അശ്ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങള്. മഹാന്മാരെ വിളിക്കണം, ഓസലായതമ്മനെ വിളിക്കണം, അത് പറയാനും സ്ഥാപിക്കാനും അങ്ങനെ വിളിക്കുന്ന വലിയ ഒരു സംഘത്തെ പടുത്തുയർത്താനുമാണ് ഈ പ്രസ്ഥാനം ഉണ്ടായത് എന്ന് അവരുടെ ഔദ്യോഗികമായ വേദിയിൽ വെച്ച് അവരുടെ സനത് വാങ്ങിയ ആളുകളാണ് ഈ പ്രസംഗിക്കുന്നത്. ഏതെങ്കിലും ഒരു ഉസ്താദിനെ പറ്റിയൊരു നാക്കബദ്ധമല്ല അത് സമസ്ത തുടക്കം മുതലേ പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. സമസ്തയുടെ 1933 മീൻചന്ത പ്രമേയം, ആ മീൻചന്ത പ്രമേയത്തിൽ അവർ ഇക്കാര്യം വ്യക്തമായി പ്രഖ്യാപിച്ചതുമാണ്. 1933 അവർ പ്രമേയം പാസ്സാക്കിയത്. അന്ന് അതിൽ പറഞ്ഞതാണ്, മരിച്ചുപോയ അമ്പിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ ഇവിടെ ലാത്ത്, ജാഹ്, ഹക്ക്, ബർക്കത്ത് എന്നിവ കൊണ്ടുള്ള തവസ്സുൽ, നേരിട്ട് വിളിക്കൽ, അവരുടെ സഹായത്തിന് അപേക്ഷിക്കൽ, ആസാർ കൊണ്ട് ബർക്കത്തെടുക്കൽ എന്നിവയും മരിച്ചുപോയ മഹാത്മാക്കൾക്കും മറ്റ് മുസ്ലിമുകൾക്കും കൂലി ലഭിക്കാനായി ധർമ്മം ചെയ്യൽ, കോഴി, ആട് മുതലായവ ധർമ്മം ചെയ്യാൻ നേർച്ചയാക്കൽ, അവർക്ക് വേണ്ടി ഖബറുകൾ വെച്ചും മറ്റും ഖുർആൻ ഓതലും മോദിപ്പിക്കലും തുടങ്ങി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇതെല്ലാം ശരിയാണ്, ഇതൊക്കെ ദീനിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് എന്നാണ് തുടങ്ങി മുസ്ലിമീങ്ങൾ നടന്നു വരുന്നതും അഹ്ലുസുന്ന വൽ ജമാഅത്തിൻ്റെ ഉലമാക്കളാൽ ദീനിൽ അറിയപ്പെട്ടതുമായ കാര്യങ്ങൾ മതവിരുദ്ധമാണെന്നോ ഷിർക്കാണെന്നോ പറയുന്നവർ സുന്നികളല്ല. അവർ ഖാലി, ഖത്തീബ്, ഇമാം എന്നീ സ്ഥാനത്തേക്ക് അർഹരുമല്ല. ഇത് 1933 അഥവാ സമസ്ത രൂപീകരിച്ച തൊട്ടടുത്ത വർഷങ്ങളിൽ അവർ പാസ്സാക്കിയ പ്രമേയമാണ്. അപ്പോൾ അവരുടെ ആദർശത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്. അതിൽ അവർ ലക്ഷ്യം വെച്ചു, അതിൽ അവർ വിജയിച്ചു. ഇന്ന് കേരളത്തിലെ മുസ്ലിമീങ്ങളെ കൊണ്ട് കോഴിക്കോട്ടെ CM മടവൂരാണ് പടച്ചോനെ എന്നിവരെ പറയിപ്പിക്കുന്നിടത്തേക്ക് അവരെത്തി. അത് നമ്മൾ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അന്ന് ഈ സമസ്ത രൂപീകരിച്ച കാലത്ത് അങ്ങനെ പറയാൻ ഇവിടെ ധൈര്യം ഉണ്ടായിരുന്നില്ല. രൂപീകരിച്ച കാലത്ത് ഒരിക്കലും മൊയ്തീൻ ഷെയ്ഖ് പടച്ചോനാണെന്ന് ഒരാളും പറഞ്ഞിട്ടില്ല. എന്നാൽ അവരെ ഘട്ടം ഘട്ടമായി കൊണ്ടുവന്ന് 100 കൊല്ലം കൊണ്ട് ഒരാളെക്കുറിച്ച് പടച്ചോന്ന് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ശിർക്കൊന്നും വരില്ല എന്ന് വരെ പറയുന്നിടത്തേക്ക്, അതിന് പാട്ട് എഴുതുന്നിടത്തേക്ക്, എന്നിട്ട് അതിനെ ന്യായീകരിക്കുന്നിടത്തേക്ക് മുസ്ലിം സമുദായത്തിൽ ഒരു വിഭാഗത്തെങ്കിലും എത്തിക്കാൻ സമസ്തക്ക് സാധിച്ചു എന്ന് നമ്മൾ സമ്മതിച്ച് കൊടുക്കേണ്ടതുണ്ട്. രണ്ടാമത്, സമസ്ത ഇവിടെ യഥാർത്ഥത്തിൽ ആളുകൾ വിളിച്ചത് റബ്ബിൻ്റെ ഭവനങ്ങളായ പള്ളികളിലേക്കല്ല, പകരം ദർഗകളിലേക്ക്, ഖബറുകളിലേക്കാണ് അവർ ആളുകളെ വിളിച്ചത്. അതിലും യഥാർത്ഥത്തിൽ അവർ വിജയിച്ചു എന്ന് തന്നെ വേണം നമുക്ക് പറയാൻ. ഖബറിലേക്ക് അവർ പള്ളികളിലേക്ക് അവർ വിളിച്ചിട്ടില്ല. പള്ളികളെ മഹത്വം പറയാനോ, പള്ളിയിൽ ജമാഅത്തിൻ്റെ പ്രാധാന്യം പറയാനോ, പള്ളി നിർമ്മിച്ചാലുള്ള ഗുണങ്ങൾ പറയാനോ, പള്ളിയുമായി കൽബ് ബന്ധപ്പെടണമെന്ന് പറയാനോ സമസ്ത പ്രസംഗിച്ചിട്ടില്ല. എന്നാൽ ദർഗകൾ, ഖബറുകൾ, ജാറങ്ങൾ അവർ വലിയ രൂപത്തിൽ പ്രചരിപ്പിച്ചു. അപ്പോൾ ഇതൊരു പുസ്തകമാണ്, കാണാ കാഴ്ചകൾ എന്ന പേരിൽ ഇറക്കിയ ഒരു പുസ്തകമാണ്. ഇതിൽ പരിചയപ്പെടുത്തുന്ന ധാരാളം ജാറങ്ങളെയാണ്. ലോകത്തെവിടെയെല്ലാം വല്ല സ്ഥലത്തും വല്ല കല്ലും കുത്തിപ്പൊക്കിയുണ്ടാക്കി വല്ലതുമുണ്ടോ അത് മുഴുവൻ ഫോട്ടോ എടുത്ത് കൊണ്ടുവന്ന് കാണാ കാഴ്ചകൾ എന്ന പേരിൽ ഇതെല്ലാം പരിചയപ്പെടുത്തി ഇതിലേക്കെല്ലാം പോകാൻ സമുദായത്തെ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പുസ്തകം. ഇത് ഒന്ന് മാത്രം, ഇങ്ങനത്തെ ധാരാളം പുസ്തകങ്ങൾ കിട്ടും. ഇതാണോ കേരളത്തിലെ മക്ബറകൾ, കേരളത്തിലെ മക്ബറകൾ എന്നാൽ കേരളത്തിലെ പള്ളികൾ എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ടോ? നമുക്ക് അവിടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ മക്ബറകൾ പരിചയപ്പെടുത്തുക, ദർഗകൾ പരിചയപ്പെടുത്തുക, അതായിരുന്നു സമസ്തയുടെ സ്ഥാപിത ലക്ഷ്യത്തിൽ മറ്റൊന്ന്. അതിലും യഥാർത്ഥത്തിൽ അവർ വിജയിച്ചു. ഇന്ന് പള്ളികളിൽ ഉള്ളതിനേക്കാൾ ഏറെ ആളുകൾ ദർഗകളിലാണ് ഇപ്പോഴുള്ളത്. പള്ളി വന്ന് നിസ്കരിക്കുമ്പോൾ കിട്ടാത്ത ഭക്തി മുസ്ലിമീങ്ങൾക്ക് ജാടത്തൊക്കെ പോകുമ്പോഴാണ് കിട്ടുന്നത്. പടച്ച റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഇല്ലാത്ത തഖ്വ ദർഗയിൽ പോയി തേടുമ്പോഴാണ് അവർക്ക് ലഭിക്കുന്നത്. അതിലും അവർ വിജയിച്ചു, ദിശ തെറ്റിയില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. മൂന്നാമത്, യഥാർത്ഥത്തിൽ അവർ സിറാത്തുൽ മുസ്തഖീമിലേക്കല്ല സമൂഹത്തെ വിളിച്ചത്, പകരം വ്യത്യസ്തമായ ത്വരീഖത്തുകളിലേക്ക്, വ്യത്യസ്തമായ സിറാത്തുകളിലേക്കാണ് അവർ വിളിച്ചത്. ശരിയായ ത്വരീഖത്ത്, ശരിയായ സിറാത്ത് എന്നുള്ളത് സിറാത്തുൽ മുസ്തഖീമാണ്, നബിതങ്ങളുടെ ത്വരീഖത്താണ്. അതിൽ നിന്നും മാറിയിട്ട് വിശ്വാസരംഗത്തും കർമ്മരംഗത്തും എല്ലാം അവർ മറ്റുള്ള വ്യത്യസ്തമായ ത്വരീഖത്തുകളിലേക്കാണ് അവർ വിളിച്ചത്. ഇപ്പോൾ ഇത് ഉദാഹരണം ഖസസുൽ ഔലിയ എന്ന് പറയുന്ന പുസ്തകത്തിൻ്റെ ഒരു മലയാള പരിഭാഷയാണ്. ഈ പരിഭാഷയിൽ അവർ വളരെ വിശദമായി തന്നെ പഠിപ്പിക്കുന്ന ധാരാളം ത്വരീഖത്തുകളെ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ ഈ ത്വരീഖത്തുകളെ പരിചയപ്പെടുത്തി അതിലേക്ക് ആളെ കൊണ്ടുപോവുക എന്നതാണ് പ്രധാനമായും അവർ ഉദ്ദേശിച്ചത്. പ്രത്യേകമായി ഒരുപാട് ത്വരീഖത്തുകളെ അവർ പരിചയപ്പെടുത്തുന്നു, ആ ത്വരീഖത്തിലേക്ക് ആളെ കൂട്ടുന്നു. അങ്ങനെ അതുവഴി സമുദായത്തെ ത്വരീഖത്തിൻ്റെ വഴിയിലേക്ക് കൊണ്ടുപോവുക, ഇതായിരുന്നു യഥാർത്ഥത്തിൽ അവർ ഉദ്ദേശിച്ചത്. ഇത് ഇങ്ങനത്തെ ധാരാളം പുസ്തകങ്ങൾ, ഇപ്പോൾ ഖദരിയ, റിഫാഴിയ, നക്ഷബന്ദിയ, സുഹ്റവർദിയ തുടങ്ങി അവർ തന്നെ 500ഓളം ത്വരീഖത്തുകളെ പരിചയപ്പെടുത്തി പുസ്തകം ഇറക്കിയിട്ടുണ്ട്.
ശരിയായ ത്വരീഖത്തുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പുസ്തകം ഇറക്കിയിട്ടുണ്ട്. അതേപോലെ അതിൻ്റെ പേരിൽ വ്യത്യസ്തമായ പദ്യങ്ങളും ഗദ്യങ്ങളും എല്ലാം അവർ പ്രചരിപ്പിച്ചിട്ടുമുണ്ട്. എന്നു മാത്രമല്ല ഇത്തരം ത്വരീഖത്തുകൾ സിദ്ധന്മാർ ഈ വക ഒരു ആൾദൈവ സംസ്കാരം ഇവിടെ കൊണ്ടുവന്നത് തന്നെ യഥാർത്ഥത്തിൽ സമസ്തയാണ്. ഇപ്പോൾ ഈ ലേഖനത്തിലടക്കം ഇദ്ദേഹം ഒഴിഞ്ഞു മാറാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രയോഗമുണ്ട്. വ്യാജസിദ്ധന്മാരെയും വ്യാജ ത്വരീഖത്തുകളെയും സമസ്ത എതിർത്തുന്നതാണ്. യഥാർത്ഥ ത്വരീഖത്ത് സംവിധാനം അവിടെ കൊണ്ടുവന്നതിന് അവരാണ്. അത് കൊണ്ടുവന്ന് നോക്കുമ്പോൾ പിന്നെ അതിൽ പലരും അത് ദുരുപയോഗം ചെയ്യാൻ നോക്കി. അതിന് ആ വ്യാജൻ കൊണ്ട് ഇവിടെ ഒറിജിനൽ വ്യാജൻ തിരിച്ചറിയാത്തൊരു സാഹചര്യം ഉണ്ടായി. ഇന്ന് അതിന് ഞങ്ങൾ എതിർത്തു എന്ന് വലിയ ഭാവിൽ പറയുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിലും യഥാർത്ഥ സമസ്തക്ക് വിജയിക്കാൻ കഴിഞ്ഞു നമ്മൾ സംഭവിച്ചേ പറ്റുള്ളൂ. നാലാമതായി അവർ സമുദായത്തെ വിളിച്ചത് ഖുർആനിലേക്കല്ല, പകരം മാലപ്പാട്ടുകളിലേക്കായിരുന്നു. ഖുർആനിലേക്ക് വിളിക്കുന്നതിന് പകരം മാലപ്പാട്ട്. അമ്പിയാക്കൾ വിളിച്ചത് അള്ളാഹുവിലേക്കാണ്, നബിതങ്ങൾ ക്ഷണിച്ചത് ഖുർആനിലേക്കും ഹദീസിലേക്കുമാണ്, അഹ്ലുസുന്ന വിളിച്ചത് കിതാബിലേക്കും സുന്നത്തിലേക്കുമാണ്. സമസ്ത വിളിച്ചത് മാലപ്പാട്ടുകൾ, മൗലീദുകൾ, റാത്തീബുകൾ, കുത്തുബിയത്തുകൾ, ഹദ്ദാദുകൾ തുടങ്ങി പദ്യഗദ്യ സമ്മിശ്രമായതിലേക്കും ഒക്കെയാണ് അവർ വിളിച്ചത്. അപ്പോൾ ഇത് സമ്പൂർണ്ണ മുഹീദ്ദീൻ മാല വ്യാഖ്യാനം മുസ്തഫ ഫൈസി എഴുതിയ, സമസ്തയുടെ ഇന്നും വലിയ അത്യുന്നത നേതാക്കന്മാരിൽപ്പെട്ടവരാണ് MP മുസ്തഫ ഫൈസി. അദ്ദേഹം എഴുതിയ സമ്പൂർണ്ണ മുഹീദ്ദീൻ മാല വ്യാഖ്യാനം. ഇങ്ങനെ ധാരാളം മാലകൾ അവർ പരിചയപ്പെടുത്തി. ഖുർആനിലെ ഒരു ചെറിയ സൂറത്തുകൾ പോലും ഇഫ്ലില്ലാത്ത സമുദായത്തിൽ പഴയ കാലത്ത് പോലും ഈ മുഹീദ്ദീൻ മാല എല്ലാവരെ കൊണ്ട് ഇഫ്ലാക്കിക്കാൻ അവർക്ക് സാധിച്ചു. അതേപോലെ എല്ലാ പള്ളിയിലും ഇന്നും മഗ്‌രിബിന് ശേഷമോ ഇശാക്ക് മുമ്പൊക്കെയായി ഹദ്ദാദ് റാത്തീബുകൾ ചൊല്ലിക്കുന്നു. അതേസമയം നിർബന്ധമായും എല്ലാവരും ഖുർആൻ ഓതുക, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ഉരുവിടുക എന്നിടത്തേക്ക് അവർ ഇന്നും സമുദായത്തെ കൊണ്ടുപോകുന്നത്. അത് കാൾ സുബ്ഹ്, അത് കാൾ മസാഹ്, പ്രഭാതത്തിലെ പ്രാർത്ഥനകൾ, പ്രദോഷത്തിലെ പ്രാർത്ഥനകൾ, ഇതൊന്നും അവർ സമുദായത്തെ പഠിപ്പിക്കുന്ന പോലുമില്ല. പകരം ഹദ്ദാദ് റാത്തീബ് എല്ലാ വീട്ടിലും എല്ലാ പള്ളിയിലും നടത്തുന്നു. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്തമായ ശൈലികൾ ഈ പാട്ടും ബെയ്ത്തുമായി അവർ പരിചയപ്പെടുത്തുകയും അതിന് വലിയ അംഗീകാരം കൊടുക്കുകയും ചെയ്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകം ഔലിയായി രാജകിളി എന്ന പേരിൽ തൃപ്പണിച്ചി മുഹമ്മദ് മുസ്ലിയാരെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഒരു പുസ്തകമാണ്. ഇതിലൊക്കെ ഏറ്റവും അസ്ലിയായ ആരാധനാക്രമങ്ങളിൽ നിന്ന് പോലും ആളുകളെ തിരിച്ചു കൊണ്ടുപോകാൻ പറ്റാവുന്ന രൂപത്തിലുള്ള അധ്യാപനങ്ങളാണ് പലപ്പോഴും ഉള്ളത്. ഇതിലാണ് ഇവരെഴുതി വെച്ചത്. പിന്നെ തൃപ്പണിച്ചി മുസ്ലിയാരുടെ ജാടത്തിനടുത്തുള്ള കൊടിമരം, ആ കൊടിമരത്തിൻ്റെ പണിയിൽ ഭാഗവാക്കായി കഴിഞ്ഞാൽ കിട്ടുന്ന ഗുണങ്ങൾ പറഞ്ഞപ്പോഴൊക്കെ അവരോട് പറഞ്ഞു അതിൽ പങ്കെടുത്താൽ വലിയ പ്രതിഫലം കിട്ടുമെന്നും ഹജ്ജിൻ്റെ കൂലി പോലും കിട്ടുമെന്നൊക്കെ പരിചയപ്പെടുത്തിയത് ഇതിൻ്റെ 32-ാമത്തെ പേജിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി സഫാ മർവക്കളിൽ സഴി ചെയ്ത കൂലി കിട്ടും, ആ 2 കുടുംബത്തിൽ നടന്നാൽ, ആ ദർഗയുടെ പണി പങ്കെടുത്താൽ ഹജ്ജ് ചെയ്ത കൂലി കിട്ടും, 10 ഹജ്ജ് ചെയ്ത കൂലി കിട്ടും എന്നുവരെ ഉള്ള അധ്യാപനങ്ങൾ ഇതിലൊക്കെ നൽകുന്നുണ്ട്. മാത്രവുമല്ല ഈ പുസ്തകത്തിൻ്റെ സവിശേഷത ഇതിന് കൊടുത്ത അവതാരികയും ഇതിൻ്റെ ആശംസകളുമൊക്കെ എത്രയാണ്. ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് ഇതിൻ്റെ ഒരു ആശംസ കൊടുത്താണ്. സമസ്തയുടെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അത് പ്രസിഡന്റ് എന്ന പേരിൽ തന്നെയാണ് അദ്ദേഹം എഴുതി കൊടുത്തിട്ടുള്ളത്. മാത്രവുമല്ല പാണക്കാട് സയ്യിദ് ഹൈദർ ശിഹാബ് തങ്ങളുടെ ആശംസയുണ്ട്. പിന്നീട് സമസ്തയുടെ ഒട്ടുമിക്ക നേതാക്കന്മാരുടെയും പ്രൊഫസർ ആലിക്കുട്ടി മുസ്ലിയാർ, സയ്യിദ് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ പാണക്കാട് കോഴിക്കോട് വലിയ ഖാദിയുടെ ആശംസയുണ്ട്. MT അബ്ദുള്ള മുസ്ലിയാർ സമസ്തയുടെ ജമിയത്തുൽ സെക്രട്ടറിയാണ്, അദ്ദേഹത്തിൻ്റെ ആശംസയുണ്ട്. ഇങ്ങനെ തുടങ്ങി പ്രധാനപ്പെട്ട എല്ലാവരുടെയും അത്തിപ്പറ്റ മൊയ്തീൻകുട്ടി മുസ്ലിയാർ, ഇങ്ങനെ ഏതാണ്ട് എല്ലാ ഉസ്താദുമാരുടെയും ആശീർവാദത്തോടുകൂടി ഇറക്കിയ പുസ്തകമാണ് ഇത്. ഇങ്ങനെയുള്ള പിന്നെ പദ്യഗദ്യങ്ങളും കള്ളക്കഥകളുമൊക്കെ പ്രചരിപ്പിക്കുന്നു. നാലാമതായി സമസ്ത സമുദായത്തെ വിളിച്ചത് മതബോധത്തിലേക്കല്ല, പകരം മതവാണിഭത്തിലേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. മതബോധം വളർത്തുക, സമസ്തയിൽ ഒരാൾ സജീവമായാൽ അയാൾക്ക് തഖ്വ കൂടല്ല ചെയ്യാം. അയാൾ നിസ്കാരം കൂടി, സുന്നത്ത് നിസ്കാരങ്ങൾ തുടങ്ങി, സുന്നത്ത് നോമ്പുകൾ നോറ്റു, എല്ലാ ദിക്റും ദുആയും ജീവിതത്തിൻ്റെ ഭാഗമായി മാറി എന്നൊന്നും ഉണ്ടാവില്ല. പകരം അയാളെ വെച്ച് എങ്ങനെ കച്ചവടം ചെയ്യാം, ചൂഷണം ചെയ്യാം എന്നാണ് ഇവിടെ സമസ്ത യഥാർത്ഥത്തിൽ സ്ഥാപിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഇപ്പോൾ ഇത് കണ്ടോ, തിരുശേഷിപ്പുകൾ എന്നൊരു പുസ്തകമാണ്. ബറക്കത്തുകളുടെ തീരത്തേക്കൊരു തീർത്ഥയാത്ര എന്നാണ് ഇതിൻ്റെ പ്രത്യേകത തന്നെ. അപ്പോൾ ഇങ്ങനെ ധാരാളം തിരുശേഷിപ്പുകൾ എന്ന് പറഞ്ഞുകൊണ്ട് പല സാധനങ്ങളും, മുടിയും, അതേപോലെ കണ്ടോ ഇതിൽ നബിയുടെ മിഹ്റാബ്, നബിയുടെ വുളൂ ചെയ്തിരുന്ന ഹൗള്, അതേപോലെ നബി തങ്ങൾ വിദേശ പ്രതികൾ സ്വീകരിച്ചിരുന്ന സ്വീകരണ മുറി, നബി തങ്ങൾ സിറ്റ് ഔട്ട് വരെ, നബിയുടെ വീടിൻ്റെ രൂപം, ഫാത്തിമ ബീവി ജനിച്ച സ്ഥലം, അതൊക്കെ ഇതിന് പ്രത്യേകമായി ഒരു പരിചയപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നബിതങ്ങളുടെ കമീസ്, തുർക്കി കുപ്പായം, നബിതങ്ങൾ പിന്നെ പുറത്തു പോകുമ്പോൾ ധരിക്കാറുള്ള കമീസുകൾ, അങ്ങനെ നബിയുടെ എല്ലാ വീട്ടിലെ ഡ്രസ്സ്, പുറത്തു പോകുമ്പോൾ ഡ്രസ്സ് അടക്കം
നബിതങ്ങളുടെ എല്ലാ തരം വസ്തുക്കൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനെ പരിചയപ്പെടുത്തി നബിയുടെ ചെരുപ്പ്, നബിയുടെ മുടികൾ, നബിയുടെ രോമങ്ങൾ, നബിയുടെ താടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഓരോന്നിനെയും കൊണ്ടുവന്ന് പരിചയപ്പെടുത്തി അതിവിടെ ഇതാക്കുന്നു. എത്രത്തോളം വെച്ചാൽ ഉഹദ് യുദ്ധത്തിൽ പൊട്ടി വീണ തിരുദന്തവും കേശവും എന്താണ് നബിയുടെ മുൻപല്ല് പൊട്ടിയാലോ, ആ പൊട്ടിയ പല്ല് വരെ ഇവരെടുത്ത് വേണ്ട. ഇങ്ങനെ ഓരോന്നും ഫോട്ടോ എടുത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പേരിൽ കച്ചവടങ്ങൾ, മതത്തിൻ്റെ പേരിൽ മഹാന്മാരെ സ്നേഹിക്കൽ അത് കച്ചവടം, മധു പറയൽ അത് കച്ചവടം, ജന്മദിനങ്ങൾ കച്ചവടം, ഇങ്ങനെ തുടങ്ങി ഓരോന്നും കൊണ്ടുവരിക. അപ്പോൾ അവർ ക്ഷണിച്ചത് മതവാണിഭത്തിലേക്കാണ്. ഇങ്ങനെ ഈ ഒരു 5 പോയിൻ്റാണ് നമ്മളോടൊപ്പം സൂചിപ്പിച്ചത്. 1 പടച്ചവനിലേക്കല്ല പടപ്പുകളിലേക്കാണ്, 2 പള്ളികളിലേക്കല്ല ദർഗകളിലേക്കാണ്, 3 സിറാത്ത് മുസ്തഖീമിലേക്കല്ല മറ്റ് ത്വരീഖകളിലേക്കാണ് വിളിച്ചത്, 4 ഖുർആനിലേക്കല്ല മാലമൗലിദുകളിലേക്കാണ്, 5 മതബോധത്തിലേക്കല്ല മതവാണിഭത്തിലേക്കാണ്. അപ്പോൾ ഇതൊക്കെയാണ് സമസ്ത ലക്ഷ്യം വെച്ച ദിശ. ആ ദിശ തെറ്റാതെ അവർക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞു. അതൊരു വിജയിച്ചു. ശരിയാണ്, ആളുകൾ മൊത്തത്തിൽ മതത്തിൽ നിന്ന് തന്നെ വഴിയായി പോകുന്ന സാഹചര്യമുണ്ടായി. ഇന്നും മതമെന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് യഥാർത്ഥത്തിൽ. ഇന്ന് ഖുർആൻ പഠിക്കലോ ഹദീസ് പഠിക്കലോ ഒന്നും മതമായി പോലും ഇത്തരം ആളുകൾ കാണുന്നില്ല. പകരം ഇതൊക്കെയാണ് അവർക്ക് മതം. ഇപ്പോൾ നമ്മൾ കണ്ടു റബീഉൽ മാസത്തിൽ നമ്മളുള്ളത് നബിയുടെ ജന്മദിനം എന്ന് പറഞ്ഞുകൊണ്ട് എന്തെല്ലാം കോപ്പറങ്ങൾ കാണിച്ചു, അതൊക്കെ ദീനാണ്. എന്നാൽ അതിനിടയ്ക്ക് പോലും ബാങ്ക് വിളിച്ചാൽ പള്ളി കയറോ, അതില്ല. തെളിവ് ചോദിച്ചാൽ പറയുന്നത് എന്താണ്, തിങ്കളാഴ്ച നബി നിങ്ങൾ ജനിച്ച ദിവസമാണ് നോമ്പ് വിളിക്കാൻ പറഞ്ഞതാണ്. ഇപ്രാവശ്യം നബിയിൽ 12 തിങ്കളാഴ്ച ആയിരുന്നു, എന്നിട്ട് പോലും സമസ്തക്കാർ നോമ്പ് വിളിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ യഥാർത്ഥത്തിൽ മതബോധമല്ല മതവാണിഭമാണ് അവരിവിടെ കൊണ്ടുവന്നത്. ഇതിന് പറ്റാത്ത എന്തെല്ലാം അധ്യാപനങ്ങൾ പ്രമാണങ്ങളിലുണ്ടോ അതെല്ലാം കൈയൊഴിയാൻ അവർ തയ്യാറായി. ഇതിന് പറ്റാവുന്ന രൂപത്തിലുള്ള കള്ളക്കഥകളും ദുർബലമായ നിർമ്മിലമായ സംഭവങ്ങളെയും ഒക്കെ നബിയുടെ പേരിൽ പോലും വ്യാജമായി കെട്ടിച്ചമച്ച് കൊണ്ടുവരാനും കുറെ കീരക്കാലുകൾ പരിചയപ്പെടുത്താനും സ്വപ്നങ്ങളെപ്പോലും മതത്തിലെ അടിസ്ഥാന പ്രമാണങ്ങളെപ്പോലെ പരിചയപ്പെടുത്താനും ഒക്കെ ഇവർ ധൈര്യം കാണിച്ചത് കൂടി നമ്മൾ ഇതിനെ കൂടെ ചേർത്തി വായിക്കേണ്ടതുണ്ട്. ശരിക്കും ഈ ലേഖനത്തിൽ വേറെ തട്ടിപ്പൂടിയും കാട്ടിയുണ്ട്. അതായത് ശരിക്കും അഹ്ലുസുന്നയുടെ ചരിത്രം പരിശോധിച്ചാൽ തൗഹീദ് ശക്തമായി പറഞ്ഞവരെ പിന്നെ ഷിയാക്കൾ എന്ത് ചെയ്തു, അവർ തീവ്രതയുടെയും ഭീകരതയൊക്കെ ആളുകളാണ് എന്ന നിലക്ക് കാലങ്ങളായി പറഞ്ഞു വന്നിട്ടുണ്ട്. അതേ പാരമ്പര്യമാണ് ഇവിടെയും ഇവർ പ്രയോഗിക്കുന്നത്. അപ്പോൾ ഈ ലേഖനത്തിന് മൂപ്പർ പറയണത് മുജാഹിദുകൾ തീവ്രവാദത്തിൻ്റെയും ഭീകരവാദത്തിൻ്റെയൊക്കെ ആളുകളാണ്. അപ്പോൾ ആദർശപരമായി ഷിയാക്കളെ പിൻപറ്റുന്നവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, ആ ഒരു സ്വഭാവം പകർന്നു കിട്ടുന്നുള്ള കാര്യത്തിൽ എന്തില്ല സംശയം. മാത്രം അദ്ദേഹം ചേകന്നൂർ അടക്കമുള്ള ആളുകളെ സലഫികളെ ഉൽപ്പന്നമായി ചേകന്നൂർ ബാക്കവിയാണ്. സമസ്തയുടെ ഒരു കാലത്ത് വലിയ നേതാവായിരുന്നു. പിന്നെ ഇതിലൂടെ കയറിപ്പോയി പോകുന്ന വഴിക്ക് ഇറങ്ങിപ്പോയി. അതേപോലെ അബ്ദുൽ നാസർ മഴുതനി സമസ്തയുടെ ഉൽപ്പന്നമാണ്. പട്ടിക്കാട് അദ്ദേഹം പഠിച്ചത്. അദ്ദേഹം സലഫി കൂടി വന്നു പോയിട്ട് പോലുമില്ല, അല്ലാത്ത വഴിക്കാണ് തെറ്റായ റൂട്ട് സ്വീകരിച്ച് പോയിട്ടുള്ളത്. ഏതായിരുന്നാലും സമസ്ത അത് നയിച്ചത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിലേക്കല്ല, സമസ്ത കണ്ട ഒരു ദിശയിലേക്കാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ആളുകളെ അതിൻ്റെ ഒരു അവര് അതിനായിട്ട് കെട്ടിപ്പടുത്ത ഒരു ചെറിയൊരു മാർഗം, ഒരു കൂട്, അതിലേക്കാണ് ആളുകളെ നയിച്ചത്. അതിലവർ തെറ്റിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഖുർആനിലേക്കും സുന്നത്തിലേക്കുമല്ല അവർ ആളുകളെ ക്ഷണിച്ചത് എന്നാണ് ഈ ലേഖനവും അവരുടെ മുൻകാലഘട്ടങ്ങളിലുള്ള ചരിത്രവും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്.